പുതുമയാർന്നതും വ്യത്യസ്തവുമായ കഥയും കഥാസന്ദർഭങ്ങളുമായി കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് കാതോട് കാതോരം. ആദിയുടെയും മീനുവിൻ്റെയും പ്രണയമാണ് സീരിയലിൻ്റെ കഥാതന്തുവിൽ പ്രധാനപ്പെട്ടത്. 2023 ജൂലൈ 3 തുടങ്ങിയ സീരിയലായ കാതോട് കാതോരത്തിന് പ്രേക്ഷകപ്രീതി നേടാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഹിറ്റായ കുടുംബവിളക്കിന് ശേഷം ഗുഡ് കമ്പനി പ്രൊഡക്ഷൻസിൻ്റെ മൂന്നാമത്തെ നിർമ്മാണമാണിത്. ഈരമന റോജാവേ എന്ന തമിഴ് പരമ്പരയുടെ ഔദ്യോഗിക റീമേക്കാണ് ഈ പരമ്പര. മീനുവായി പ്രിയങ്കരിയായ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനാണ് അഭിനയിച്ചിരിക്കുന്നത്. നടിക്കു പുറമെ മോഡലുമാണ് മീനുവെന്ന കഥാപാത്രവുമായി തിളങ്ങുന്ന കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. തൃശൂർ വടക്കാഞ്ചേരിക്കാരിയാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ്റെ സ്വദേശം. അച്ഛൻ ഉണ്ണികൃഷ്ണനും അമ്മ മിനിയും സഹോദരി രാഗേന്ദുവും ഉൾപ്പെടുന്നതാണ് നടി കൃഷ്ണേന്ദുവിൻ്റെ ചെറിയ കുടുംബം. വിവിധ സൗന്ദര്യ മത്സരങ്ങളിലും കൃഷ്ണേന്ദു പങ്കെടുത്തിട്ടുണ്ട്. എറണാകുളത്താണ് നിലവിൽ താമസം. BBA ബിരുദധാരിയായ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ആദ്യം സുരഭിയും സുഹാസിനിയിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ചത്. രാഹുൽ സുരേഷാണ് കൃഷ്ണേന്ദുവിൻ്റെ കഥാപാത്രത്തിൻ്റെ ഭർത്താവായ അർജുനായി അഭിനയിക്കുന്നത്. അടുത്തിടെയായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന സീരിയൽ കൂടിയാണ് കാതോട് കാതോരം. അടുത്തിടെ ആദ്യ രാത്രിയിലെ ഇൻറ്റിമേറ്റ് സീനുകൾ കാണിച്ചതിൻ്റെ പേരിൽ സീരിയൽ ചർച്ചയായിരുന്നു. ആദ്യമായാണ് മലയാളം സീരിയലുകളിൽ ഇത്തരം ഇൻറ്റിമേറ്റ് സീനുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സീരിയലുമായി ബന്ധപ്പെടുത്തി നിരവധി ട്രോളുകളും വന്നിരുന്നു. ഇപ്പോഴിതാ സീരിയലിൻ്റെ കഥയ്ക്ക് ഇൻറ്റിമേറ്റ് സീനുകൾ അനിവാര്യമായിരുന്നുവെന്ന് പറയുകയാണ് നായകൻ രാഹുലും നായിക കൃഷ്ണേന്ദുവും. ജാങ്കോ സ്പേസ് TVക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. സംവിധായകൻ വിവരിച്ച് തന്നതിൽ ഒരു സീനിലും ഇത്രയ്ക്കൊക്കെ ചെയ്യണോ എന്ന തോന്നൽ വന്നിട്ടില്ല. സീരിയലിലെ ഇൻറ്റിമേറ്റ് സീനുകൾ അനിവാര്യമായതുകൊണ്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും നാൾ ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവന്നത് യോജിക്കില്ല. അനിവാര്യമായതുകൊണ്ടാണ് അവൾ ഗ്യാരണ്ടിയില്ലാതെ സീനുകൾ ചെയ്തത്. ഇനി റൊമാൻറ്റിക് സീൻ വന്നാലും അത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. അല്ലാതെ അയ്യേ എന്ന തോന്നലുണ്ടാക്കില്ല. റൊമാൻറ്റിക് സീൻ ചെയ്യുമ്പോൾ സജഷൻ പറഞ്ഞാൽ സംവിധായകൻ സ്വീകരിക്കും. അതിനുള്ള ഫ്രീഡം സാർ തരാറുണ്ട്. ലൊക്കേഷനിൽ എല്ലാവരും ട്രോൾ ചെയ്യുന്ന ഒരാൾ കൃഷ്ണേന്ദുവാണ്. അതിനുള്ള വക അവൾ തന്നെ ഉണ്ടാക്കിത്തരും. ട്രോളുകൾ ഹെൽത്തിയായി കൃഷ്ണേന്ദു എടുക്കുന്നത് കൊണ്ടാണ് നമുക്കും അവളോട് ഫ്രീഡത്തിൽ പെരുമാറാൻ പറ്റുന്നതെന്നും രാഹുൽ പറയുന്നു. കെട്ടിപ്പിടിക്കുന്ന രംഗത്തിൽ പോലും കാതോട് കാതോരം സീരിയലിന് മുമ്പ് അഭിനയിച്ചിട്ടില്ലെന്ന് കൃഷ്ണേന്ദു പറയുന്നു. ഹഗ് സീൻ പോലും ഒരിക്കൽ പോലും ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം സീൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നു. ആളുകൾ എന്തു ചെയ്യുമെന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലായതുകൊണ്ട് മാത്രമാണ് ആ സീൻ ചെയ്യാൻ പറ്റിയത്. കാരണം രാഹുൽ അത്രയും കംഫർട്ടബിളാണ്. ഏഷ്യാനെറ്റിലെ ഒരു ഹീറോയിൻ തന്നെ എന്നോട് ചോദിച്ചിരുന്നു, ശരിക്കും കിസ് അടിച്ചോ എന്ന്. കവിളിൽ മാത്രമേ കിസ് ചെയ്തിട്ടുള്ളൂ, ചുണ്ടിൽ കിസ് ചെയ്തിട്ടില്ല. അത്തരത്തിൽ ആക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂവെന്ന് പറഞ്ഞ് കൊടുത്തുവെന്നും കൃഷ്ണേന്ദു പറയുന്നു. സീരിയലിൽ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് നവനീത് കൃഷ്ണ, ഡെല്ല ജോർജ്, ജോൺ ജേക്കബ്, ആനന്ദ് തൃശൂർ, താര കല്യാൺ, അർച്ചന തുടങ്ങിയവരാണ്.